ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഉദയഭാനു വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ പറയുന്നത്? എൻ്റെ ദേവി എന്ത് ചെയ്തു എന്നാണ്? അല്ലെങ്കിൽ തന്നെ ഈ പറയുന്നതൊക്കെ നിങ്ങൾ എന്തൊക്കെ വിളിച്ച് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഉദയഭാനു പറയുമ്പോൾ, ഞങ്ങളല്ല പറയുന്നത്, നിങ്ങളുടെ മകൾ തന്നെയാണ് സത്യാവസ്ഥകളെല്ലാം പറഞ്ഞത്. അവൾ എത്ര വരെ പഠിച്ചു എന്നും അവളുടെ വിദ്യാഭ്യാസം എന്താണെന്നും ഒക്കെ. അല്ല, അതിപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ എൻ്റെ അനുമോളെക്കാളും കൂടുതൽ സ്നേഹിച്ചത് ഇവളെയാണ്. ഇവൾ വന്ന് കയറിയപ്പോൾ ഞാൻ എന്താ കരുതിയെന്നറിയോ? നല്ലൊരു മരുമകൾ, അവളുടെ സ്വത്തും പണവും ഒന്നുമല്ല ഞാൻ കണ്ണ് മിഴിച്ചത്, അവളുടെ സ്വഭാവവും സ്നേഹവും. ഇനി പക്ഷേ ഇന്ന് ഞാൻ ഇല്ലാതായി പോയാലും ഈ കുടുംബത്തെ ഒത്തൊരുമയോടുകൂടി ചേർത്ത് നിർത്താൻ അവൾക്ക് സാധിക്കും എന്ന് ഞാൻ കരുതി സ്നേഹിച്ചു. നിങ്ങളെ ഞാൻ എങ്ങനെയാണ് കണ്ടത്? നിങ്ങളെ രണ്ടുപേരെയും ദേവിയുടെ അച്ഛനും അമ്മയും അല്ലേ എന്നുള്ള എല്ലാ ബഹുമാനവും തന്നാണ് ഞങ്ങൾ സ്നേഹിച്ചതൊക്കെ. അതിനിപ്പോൾ എന്താണ് ഇവിടെ, ഇപ്പോൾ എന്ത് പറ്റിയെന്നാണ് നിങ്ങൾ പറയുന്നത്? ഒരു വിദ്യാഭ്യാസവും പിന്നെ ഗോൾഡ് മെഡലും ഒക്കെ ആണോ വലിയ കാര്യം എന്നിങ്ങനെ ഉദയഭാനു ചോദിക്കുക കേട്ടോ. അപ്പോൾ ഗോമതി പറയണ്ട്, ആഹാ അത് ശരി, അപ്പം നിങ്ങൾക്കിതൊന്നും വലിയ കാര്യമല്ല അല്ലേ? നിങ്ങൾക്ക് കാര്യമല്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്കിത് കാര്യം തന്നെയാണ്. എല്ലാ കള്ളത്തരങ്ങളും ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച് മകളെ ഇങ്ങോട്ട് പറഞ്ഞേച്ച് വലിയൊരു ചതി അങ്ങോട്ട് നടത്തി. എന്നിട്ട് ഇപ്പോൾ ഞങ്ങൾക്കാണ് കുറ്റം, നിങ്ങൾക്കല്ല അല്ലേ? അപ്പോൾ അവിടത്തേക്ക് നമ്മുടെ അനന്തിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വയ്യാട്ടോ. അനന്തിനാണെങ്കിൽ ആകാശം ആര്യനും കൂടെ പിടിച്ച് ഇറക്കി വെച്ചേക്കുന്നുണ്ട്. കയ്യിൽ അയാളൊരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ നിന്നൊരു പ്രതിമ, അതിപ്പോൾ ഇപ്പം എടുത്ത് എറിയുന്നുള്ള ദേഷ്യത്തിലാണ്. അപ്പോൾ ഗോമതി പറയാം, ശരി നിങ്ങൾ പറയണതെല്ലാം ഞാൻ സമ്മതിച്ചു. അങ്ങനെയാണെങ്കിലേ പാവം പിടിച്ച എൻ്റെ അനിയൻ ധർമ്മൻ, അവൻ എങ്ങനെയാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? ഇറങ്ങിപ്പോവേണ്ട ഗതി എങ്ങനെയായിരുന്നു അറിയോ? നിങ്ങൾ പറയണം അത്. അപ്പോൾ ഉടനെ ദേവാനി പറയാം, അതിപ്പോൾ അവൻ എന്തോ കടയിൽ കയറി എന്തോ മോഷ്ടിച്ചതല്ലേ? അന്നേരം തന്നെ നമ്മുടെ ആനന്ദിന് ദേഷ്യം വരും കേട്ടോ. കടയിൽ നിന്ന് എന്തോ മോഷ്ടിച്ചിട്ടാണെന്ന് പറയുമ്പോഴത്തേക്കും ആനന്ദ് പറയടാ, കടയിൽ നിന്ന് ആരടോ മോഷ്ടിച്ചത്? തന്നെ ഞാനിപ്പോൾ എൻ്റെ മാമനെ ഇവിടുന്ന് പുറത്താക്കിയതും പോരെ, തന്നെ ഞാനിപ്പോൾ കാണിച്ചു തരാം. തനിക്ക് തെളിവ് വേണോ അല്ലേ? കാണിച്ചു തരാടോ കടയിൽ നിന്ന് ആരാ പൈസ മോഷ്ടിച്ചതെന്നും പറഞ്ഞുകൊണ്ട് മൊബൈൽ എടുത്ത് കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ ഉദയഭാനും ശ്രീകലയും കൂടെ അന്തം വിട്ടുപോയി. അപ്പോൾ വീണ്ടും നമ്മുടെ ആനന്ദ് പറയാം, തന്നെ ഞാനിപ്പോൾ എന്താ ചെയ്യുന്ന അറിയാമോ? നമ്മുടെ കയ്യിലിരുന്ന ആ സാധനം ഒരൊറ്റ ഏറ് കൊടുക്കുക കേട്ടോ, ദേഹത്ത് കൊള്ളാതെ രക്ഷപ്പെട്ടതിനെ ബാക്കി. പിന്നെ നിങ്ങളൊരു കാര്യം ആലോചിച്ചോ, ഞാൻ കടയിലൊരു ക്യാമറ വെച്ചിരുന്നു, അത് നിങ്ങൾ അറിഞ്ഞില്ലല്ലേ? എടാ മഹാഭാവി എന്ന് മനസ്സിൽ പറയുകയാണ് കേട്ടോ. അപ്പം അന്ന് ഇതിന് മുമ്പ് 25,000 മുമ്പ് വീണ്ടും പൈസ പോയിരുന്നു. അന്ന് നിങ്ങൾ തന്നെയാണ് മോഷ്ടിച്ചത്. പാവം പിടിച്ച എൻ്റെ മാമനെ തെറ്റുകാരനാക്കിയില്ലേ നിങ്ങളെല്ലാവരും കൂടെ, പാവം. അപ്പം വീണ്ടും നമ്മുടെ ഗോമതി പറയാണ്ട്, എല്ലാ ബഹുമാനത്തോടും കൂടിയാണ് നിങ്ങളെ ഞാൻ ഉദയഭാനു സാറെന്ന് വിളിച്ചത്. പക്ഷേ ഇത്രയും നിങ്ങൾ അധപതിച്ചൊരു മനുഷ്യനായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഗോമതി, അത് മിണ്ടിപ്പോവരുത്, നിങ്ങൾ ഒറ്റ അക്ഷരം മിണ്ടരുത്. നിങ്ങളും നിങ്ങളുടെ ഈ മകളെയും കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം മനസ്സിലെനിക്ക് എന്താ പറയണമെന്നറിയില്ല. എനിക്ക് ആരോടും തുറന്നു പറയാൻ പോലും പറ്റത്തില്ല, അറിയാമോ? അപ്പോൾ വീണ്ടും ഉടനെ തന്നെ നമ്മുടെ ആനന്ദ് പറയുന്നുണ്ട്, അതെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഇവിടുന്ന് മാമൻ കള്ളനായിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോവേണ്ട ഗതി വന്നു. അതുകൊണ്ട് എൻ്റെ മനസ്സ് തകർന്നു പോയി, അറിയാമോ? അത് എങ്ങനെയെങ്കിലും മാമനെ തിരിച്ച് കൊണ്ടുവരണമെന്ന് തോന്നി. ഇതെല്ലാം എനിക്ക് നിങ്ങളുടെ കള്ളത്തരങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഇതെല്ലാം ഞാൻ മനസ്സിൽ എത്ര നാൾ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നറിയോ? എന്തുകൊണ്ടെന്നാ എൻ്റെ അമ്മയ്ക്കും അച്ഛനും എൻ്റെ കൂടെപ്പിറപ്പുകൾക്കും ഒക്കെ വേദനയാവും. അവരൊക്കെ മനസ്സ് വിഷമിക്കുന്ന കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉള്ളിലിറക്കിക്കൊണ്ട് നടന്നത്. പക്ഷേ എന്നെ ഞങ്ങൾ ഇത്രമാത്രം സ്നേഹിച്ച നമ്മുടെ മാമൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതോടുകൂടി എല്ലാം പൊട്ടിത്തെറിച്ച് പോയതാണ്. ഞാൻ അപ്പം മുതൽ വിചാരിച്ചതാണ് നിങ്ങളെ കൊടുക്കണമെന്ന്. അന്ന് മുതൽ ഞാൻ ഈ തെളിവുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ടും അയാൾ പറയുന്ന പറച്ചിൽ കണ്ടില്ലേ? ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഇവരങ്ങ് മിണ്ടാതിരിക്കുക. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഗോമതി ചെന്ന് പറയുന്നുണ്ട്, നിങ്ങളെ അല്ലെങ്കിൽ തന്നെ എൻ്റെ പൊന്നുമോൻ, അവൻ ഇത്രയും പാവമായിട്ടുള്ള അവനെ നിങ്ങൾക്ക് എങ്ങനെ ചതിക്കാനും തകർക്കാനും തോന്നി? അവൻ ഇത്രയും ദിവസം ഇത് മനസ്സിലടക്കി വെച്ചിരുന്നില്ലേ അറിഞ്ഞിട്ട് പോലും? എന്തുകൊണ്ടാണെന്നറിയാമോ? അവന് കൂടപ്പിറപ്പുകളോടും അച്ഛനോടും അമ്മയോടും അത്രയും സ്നേഹമുള്ളതുകൊണ്ട് അവർ തകരരുതെന്ന് വിചാരിച്ചിട്ടാ, അറിയാമോ? അവൻ്റെ അച്ഛൻ അവന് ജീവൻ, അതുകൊണ്ട് അവനൊന്നും പറയാതെ അവൻ മനസ്സിലടക്കിക്കൊണ്ട് നടന്നില്ലേ? വളർത്തി വിട്ടേക്കുന്നു മോളെ. അപ്പോൾ ഉടനെ ശ്രീകലയ്ക്കും അങ്ങോട്ട് ദേഷ്യം വരാം കേട്ടോ. ശ്രീകല പറയണം, അയ്യോ എന്തൊക്കെയാ ഗോമതി ഇങ്ങനെയൊക്കെ പറയുന്നത്? മോളെ ഞങ്ങൾ നല്ലതായിട്ട് തന്നെയാണ് വളർത്തിയത്. ഓ അത് ശരി, മോളെ നല്ലതായിട്ട് വളർത്തി നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞേക്കണം എന്നത് മാത്രം ചിന്തിച്ചാൽ പോരാ, സ്വന്തം കുടുംബവും കൂടെ നല്ലതാക്കണമെന്ന് ചിന്തിച്ച് വേണം മുന്നോട്ട് വളർത്താനായിട്ട്, പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ ഗോമതി പറയുമ്പോൾ ശ്രീകല പറയുന്നുണ്ട്, എന്താ ഗോമതി അങ്ങനെയൊക്കെ പറയുന്നത്? നല്ല കുടുംബത്തിൽ അവൾ ചെല്ലണം എന്ന് ആഗ്രഹിക്കില്ലേ? അതുപോലെ ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ. ഓ അത് ശരി. അപ്പം ഞാൻ എൻ്റെ മോളെ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയത്. അവൾക്ക് എന്താ ഒരു കുറവുമില്ല. അപ്പോൾ ആനന്ദിനങ്ങോട്ട് ദേഷ്യം വരാൻ കേട്ടോ. ഓ അത് ശരി, മോക്കൊരു കുറവുമില്ലല്ലേ? ഗോമതി നേരെ ദേവിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാം, എടി നിൻ്റെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? നിന്നെ നല്ല രീതിയിലാണ് വളർത്തിയതെന്ന്.
അല്ലേ? പക്ഷേ നീ ഞങ്ങളോട് അങ്ങനെയാണോ പറഞ്ഞത്? ശ്രീകല വീണ്ടും അവിടെ ദേഷ്യം. അതെ, ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെ മോളെ വളർത്തിയത്. ഒരു കുറവുമില്ല അവൾക്ക്. അവൾ നല്ല സ്വഭാവത്തിൽ തന്നെ ഞാൻ വളർത്തിയതും. കണ്ടല്ലോ, പറയാനായിട്ടല്ലോ. പക്ഷേ നീ നിൻ്റെ അമ്മയും അച്ഛനെയും കുറിച്ച് ഞങ്ങളോട് പറഞ്ഞത് പറ. നിന്നെക്കൊണ്ട് ഈ കള്ളത്തരങ്ങളെല്ലാം ചെയ്യിച്ചത് നിൻ്റെ അച്ഛനും അമ്മയാണെന്നല്ലേ? നീ തന്നെയല്ല ഞങ്ങളെ കൂടെ പറഞ്ഞത്. പിന്നെ ഇനിയിപ്പോൾ ഉദയവാണനും ശ്രീകലയ്ക്കും പറയാൻ വല്ലതും ഉണ്ടോ? അപ്പം തന്നെ ഉടനെ ദേവിയുടെ അടുത്ത് വീണ്ടും വീണ്ടും ചോദിക്കണം, ഇത് നീ തന്നെ സമ്മതിച്ചതല്ലേ ഡി നിൻ്റെ അച്ഛനും അമ്മയാണ് ഇങ്ങനെ ആക്കിയെന്ന്? മോളെ നിങ്ങൾ നല്ല രീതിയിൽ വളർത്തി അല്ലേ? ഇങ്ങനെയാണ് വളർത്തുന്നത്. അവസാനം നമ്മുടെ ഉദയഭാനു ചെന്ന് ബാലനോട് പറയാം, ബാല, ഞങ്ങളുടെ മോളെ നല്ല രീതിയിൽ തന്നെ വളർത്തിയത്. പക്ഷെ ഞങ്ങൾക്ക് തെറ്റുകൾ ഒരുപാട് സംഭവിച്ചു പോയിട്ടുണ്ട്. നിങ്ങളോട് ക്ഷമിക്കണം. നമുക്ക് രണ്ട് കൂട്ടർക്ക് ഇരുന്ന് സംസാരിക്കാം. എന്തെങ്കിലും ഒരു പോംവഴി വേണ്ടേ? അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ആനന്ദിന് ദേഷ്യം. ആനന്ദ് പറയാണ്, തെറ്റ് സമ്മതിച്ചു എന്ന് നിങ്ങൾ ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. അപ്പോൾ വീണ്ടും ഉദയഭാനു ശ്രീകലയും കൂടെ പറയണ്ട്, അല്ല നമുക്ക് സംസാരിക്കാം, നിർത്തിക്കോ. ഇവരുടെ ഓരോ കള്ളത്തരങ്ങളും പുറത്ത് വരുമ്പോൾ ഞാൻ എന്തുമാത്രം വിഷമിച്ചറിയോ? അല്ല മോനെ, അതുകൊണ്ടല്ലേ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ആര്യം പറയാം, അങ്ങനെ അങ്ങ് അവസാനിക്കത്തില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പാവം ആനന്ദാണ്. ആ ആനന്ദേട്ടനെയാണ് നിങ്ങൾ ഇങ്ങനെ ആക്കിയത്. അങ്ങനെ സംസാരിച്ചങ്ങ് തീർക്കേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് ആര്യൻ അങ്ങോട്ട് പറയട്ടെ. അപ്പോൾ ശ്രീകല കണ്ണ് കാണിച്ചു കൊടുക്കേണ്ട ബാലനോട് പറയാൻ. അപ്പോൾ ഉദയഭാനു പറയാം, ബാലനെന്താ ഇത്രയൊക്കെ പറഞ്ഞിട്ട് കല്ല് പോലെ ഇരിക്കുന്നത്? നമുക്ക് സംസാരിച്ച് തീർക്കാം ബാല. അപ്പോൾ ആകാശ് പറയാം, നമ്മുടെ അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്കറിയോ? ആ മനുഷ്യൻ തകർന്നിരിക്കുകയാണ്. സ്വന്തം മക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചൊരു അച്ഛനാണ് ഇരിക്കുന്നത്, അറിയോ? തകർന്ന് തരിപ്പണമായി മനസ്സ് വിഷമിച്ചിരിക്കുകയാണ്. ആ അച്ഛന് സ്വന്തം മകൻ്റെ ജീവിതം നശിച്ചു പോകാൻ കാരണക്കാരൻ ഞാനാണല്ലോ എന്ന് ഓർത്ത് ആ കുറ്റബോധത്തോടുകൂടെ അച്ഛൻ ഇങ്ങനെ തലകുനിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയോ? ഉദയഭാനു ചെന്ന് ബാലൻ്റെ മുമ്പിൽ ചെന്ന് തൊഴുതു പറയുന്നുണ്ട്, ബാല എന്നോട് ക്ഷമിക്കണം. ഗോമതി പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്. പിന്നെ അവൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു, കള്ളത്തരങ്ങൾ. ഇതിനൊക്കെ കാരണങ്ങളുണ്ട്. എന്ത് കാരണം നിങ്ങൾക്കുള്ളത് ആര്യം? അല്ലെന്ന് എൻ്റെ മോൾക്ക് പഠിപ്പം കുറവായതുകൊണ്ടും ഞങ്ങൾക്ക് പണം ഇല്ലാത്തത് കൊണ്ടും അവൾക്ക് ഒരുപാട് കല്യാണ ആലോചനകൾ നേരത്തെ വന്നതാണ്. പക്ഷേ ഒന്നും നടന്നില്ല. എൻ്റെ മോള് കല്യാണപ്രായമായിട്ട് വീട്ടിലിരിക്കുന്ന കാണുമ്പോൾ ഏതൊരു അച്ഛനമ്മമാർക്കും ആദ്യമാവില്ലേ? അതുപോലെ രാധി തന്നെയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ ദേവി ഇതൊക്കെ കേട്ട് അങ്ങോട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാനൊരു ജോത്സ്യനെ പോയി കണ്ടതും പ്രശ്നം വെച്ചവരും ദേവിയുടെ ജാതകത്തിൽ ചില ദോഷങ്ങളൊക്കെ ഉണ്ടെന്നാണ് ആ ജോത്സ്യം പറഞ്ഞത്. അപ്പോൾ ഗോമതിക്ക് ടെൻഷനായിട്ടോ, എന്താണ് ഇവരുടെ ജാതകത്തിലുള്ള ദോഷം? പറ അങ്ങോട്ട്. അയ്യോ, അങ്ങനെ വലിയ ദോഷങ്ങളൊന്നും ഇല്ല എന്ന് ശ്രീകല പറയാനാണ്. മനസ്സിലായി, അടുത്ത കള്ളത്തരം പുറത്തു വരുവാണല്ലേ? അപ്പോൾ തന്നെ ഉടനെ നമ്മുടെ ഉദയഭാനു ബാലൻ്റെ അടുത്തേക്ക് ചെന്ന് പറയും, ഞാൻ ഇത്രയും വലിയ ഒരു തെറ്റൊന്നും ചെയ്തില്ല. എൻ്റെ മോള് നല്ലൊരു പയ്യൻ്റെ ഭാര്യയായിട്ട് നല്ലൊരു വീട്ടിൽ ചെന്ന് കയറണം, നല്ലൊരു മരുമോളായി ജീവിക്കണം എന്നൊരു ഈ അച്ഛൻ്റെ ഒരു മനസ്സ് അങ്ങനെയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചില കള്ളത്തരങ്ങൾ ബാലൻ്റെ കാല് പിടിക്കാൻ ഇനി ഞാൻ ദയവ് ചെയ്ത് ഇത് പുറത്ത് തരണമെന്ന് പറഞ്ഞ് കാല് പിടിക്കാൻ പോകട്ടോ. അപ്പോഴാണ് നമ്മുടെ ബാലനാണെങ്കിൽ കൈയെടുത്തിങ്ങനെ കാണിക്കുക വേണ്ടാന്നും പറഞ്ഞിട്ട്. അങ്ങനെ ബാലൻ അവിടെ നിന്ന് എണീറ്റ് നിന്നിട്ട് പറയാണ്, നിങ്ങളെല്ലാവരും ഇത്രയും നേരം സംസാരിച്ചു, ഇനി എനിക്കുള്ള അവസരമാണ്. ഇതിനിടയ്ക്ക് ആരും സംസാരിക്കാൻ വന്നേക്കരുത്. എന്നിട്ട് ബാലൻ പറയാം, അതെ, ഞാൻ സാധാരണക്കാരനായൊരു സാധാരണക്കാരൻ, പലചരക്ക് കട നടത്തുന്ന ഒരു ചെറിയൊരു മനുഷ്യനാണ്. എനിക്ക് വലിയ സ്വത്തും പണവും വിവരവും ഒരുപാട് വിദ്യാഭ്യാസവും ഒന്നുമില്ല. പക്ഷേ സത്യസന്ധത അതെനിക്കുണ്ട്. പോരാഞ്ഞിട്ട് എൻ്റെ കടയിൽ സാധനങ്ങൾ ഒരല്പ പൂപ്പൽ വന്നാൽ പോലും ഞാൻ നഷ്ടം സഹിച്ച് അതിനെടുത്ത് ദൂരെ കളയും. മറ്റുള്ളവർക്ക് അത് അടിച്ചേൽപ്പിക്കില്ല. പല കടക്കാരും അങ്ങനെയല്ല, ആ പൂപ്പൽ പിടിച്ച ഭാഗം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് അത് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെയല്ല. കാര്യം എന്താണെന്നറിയോ? എൻ്റെ കടയിൽ സാധനം വാങ്ങാൻ വരുന്ന ആളുകൾക്ക് എന്നോടൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം എത്ര നഷ്ടം സഹിച്ചും തകർക്കാനോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ആരോടും കള്ളം പറയുന്ന ഒരു മനുഷ്യനല്ല. നേരെ വാ സത്യസന്ധതയായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ മക്കളെയും ഞാൻ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു കാലത്തും ഒരിക്കലും ഒരു മനുഷ്യനും പറയില്ല ബാലനും ബാലൻ്റെ മക്കളും ചതിയനാണോ കള്ളന്മാരാണോ എന്ന്. അങ്ങനെയാണ് ഞാൻ അവരെ വളർത്തിയതും അവർ ജീവിച്ചു വരുന്നതും. അങ്ങനെയുള്ള എന്നെ നിങ്ങൾ തോൽപ്പിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമല്ലേ? അതും ഒരു പലചരക്ക് കടക്കാരനായ ബാലൻ, വിദ്യാഭ്യാസവും ഇല്ല, സാധാരണക്കാരനായ ഒരുത്തൻ, അവനെപ്പോലെ ഒരുത്തനെ പറ്റിക്കാൻ നിങ്ങൾക്ക് പറ്റി എന്ന് നിങ്ങൾക്ക് ഉദയഭാനുവിന് തോന്നുന്നുണ്ടാവും. അത് നിങ്ങളുടെ മിടുക്കുകൊണ്ടല്ല, എൻ്റെ സത്യസന്ധത. മറ്റുള്ളവരും എന്നെപ്പോലെ നല്ലവരാണ്, തെറ്റായ മാർഗത്തിൽ പോകുന്നവരല്ല, ആരെയും ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യില്ല എന്ന് ഞാൻ മറ്റുള്ളവരെയും വിശ്വസിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ ചതിക്കാനായത്. മനസ്സിലായോ? നിങ്ങളെ ഒരു കാര്യം ഓർത്തോ, എൻ്റെ മകന് വേണ്ടി ഞാൻ കോടീശ്വരിയായ പെണ്ണിനെ ഞാൻ വേണമെന്നോ അല്ലെങ്കിൽ പണക്കാരും സ്വത്തും പണവും ഉള്ളൊരു പെണ്ണ് വേണമെന്നോ അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ പറയില്ല. നിങ്ങൾക്ക് പക്ഷേ എന്നോട് മാന്യമായിട്ട് പറയായിരുന്നു എൻ്റെ മോള് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന്. പക്ഷേ നിങ്ങളത് ചെയ്തോ?
ഇല്ല, ഞാൻ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ നിങ്ങൾ പലതും പറഞ്ഞൊഴിഞ്ഞു. എന്നെ അത്രയ്ക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ആ മാനേജർ സർട്ടിഫിക്കറ്റ് പോലും നോക്കാതെ നിങ്ങളുടെ മകൾക്കൊരു ജോലി കൊടുത്തത് അല്ലേ? അപ്പോഴെങ്കിലും നിങ്ങൾക്ക് സത്യം തുറന്ന് പറയാമായിരുന്നു. പറഞ്ഞോ? യാഥാർത്ഥ്യം വേണ്ടെന്ന് ആ മാനേജർ കണ്ടെത്തിയിരുന്നെങ്കിലോ എൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു? അയാളുടെ മുമ്പിൽ ഞാനൊരു ചതിയനായി മാറില്ലായിരുന്നോ? അല്ലേ? കല്യാണപ്രായമായ ഏതൊരു മക്കളുള്ള അച്ഛനമ്മമാർക്കും ആദ്യം ഉണ്ടാവും. അതിനിങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്. പിന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞു ജാതകത്തിൽ എന്തോ ദോഷമുണ്ടെന്ന്. അത് എനിക്ക് ഈ ജാതകത്തിലൊന്നും യാതൊരു വിശ്വാസവും. നിങ്ങളതൊക്കെ എന്നോട് തുറന്ന് പറയണമായിരുന്നു. എങ്കിൽ നമുക്കതിന് പരിഹാരവും ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ നിങ്ങളതാണോ ചെയ്തത്? ബാല, അത് മിണ്ടരുത്. എന്നോട് പറയണ്ട, നിങ്ങൾ ഗോമതിയോടും പറയണ്ട. പക്ഷേ നിങ്ങളുടെ മകളുടെ കയ്യിൽ താലി കിട്ടിയതല്ലേ ആനന്ദ്? അവനോടെങ്കിലും നിങ്ങൾക്ക് സത്യങ്ങൾ തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ? നിങ്ങൾ ഞങ്ങളോട് ചെയ്തതൊന്നും ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ല ഉദയഭാനു എന്ന് വീണ്ടും വീണ്ടും ബാലനെ അടിച്ച് പറയാണ് കേട്ടോ. എടോ, തനിക്ക് തൻ്റെ മോളോട് എന്തെങ്കിലും സ്നേഹമുണ്ടോ? 100 കള്ളങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഈ കല്യാണം നടത്തി. തൻ്റെ മകൾ ഇവിടെയല്ലേ, ഈ വീട്ടിലല്ലേ ജീവിക്കേണ്ടത്? അപ്പോൾ അവളെക്കുറിച്ച് അവിടെ അച്ഛനായ നിങ്ങൾ ചിന്തിച്ചോ ഒരു തവണയെങ്കിലും? എന്നെ വിശ്വസിച്ചിട്ടാണ് എൻ്റെ ആനന്ദ് ഞാൻ പറയും പോലെ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. ആ ഒരു വിശ്വാസമാണ് ഇന്ന് ചീട്ട് കൊട്ടാരം പോലെ വീണൊടുന്നത്. അറിയോ? അച്ഛൻ ഒരാളുടെ വാക്ക് വിശ്വസിച്ചല്ലേ ഞാൻ ഈ കല്യാണം തയ്യാറായത് എന്ന് എൻ്റെ മോൻ ഇതുവരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. അത് അവൻ എന്നോട് ചോദിച്ചാലേ ഞാൻ എന്താ അവനോട് പറയുക? അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആനന്ദ് അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ, സങ്കടത്തോടു കൂടി. വീണ്ടും നമ്മുടെ ബാലൻ പറയാനുണ്ട് ഉദയഭാനുവിനോട്, അവൻ്റെ മുമ്പിൽ ഞാനിപ്പോൾ തല കുനിച്ച് നിൽക്കണ്ടേ? ഇനി അവൻ്റെ ജീവിതം എന്തായി തീരും? പറയടോ. തന്നോടാണ് ഞാൻ ചോദിക്കുന്നത്, പറയാൻ. അല്ല, ചെയ്തെല്ലാം തെറ്റാണ്, ഞാൻ സമ്മതിക്കുന്നു. പൊറുക്കണം ബാല. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ മോള് വേറെ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്ത് പറഞ്ഞു അത് അവൾ അനുസരിച്ചു, അത്രയേ ഉള്ളൂ. ഓരോ തവണ കള്ളം പറയുമ്പോഴും അവളെ എതിർത്തിട്ടുണ്ട്. പറ്റില്ല, ഞാൻ പറയില്ല എന്ന്. ഞങ്ങൾ നിർബന്ധിച്ച എല്ലാം അവളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. ദേവി അവിടെ പൊട്ടി കരഞ്ഞ് നിൽക്കാൻ കേട്ടോ. പിന്നെ ഉദയഭാനു വീണ്ടും പറയാൻ, എൻ്റെ മോള് നിരപരാധിയാണ്. ഞാനും ശ്രീകലയും തെറ്റുകാരി തന്നെയാണ്. അവൾ ശ്രീകലയും പൂർണ്ണമായും തെറ്റുകാരിയാണെന്ന് പറയാനൊന്നും കഴിയില്ല. എന്നെ വിശ്വസിച്ചും എൻ്റെ വാക്കുകൾ വിശ്വസിച്ചും നല്ലൊരു ഭാവി സ്വപ്നം കണ്ടും അവളും എല്ലാത്തിനും കൂട്ടുനിന്നു. അത്രയാണ് അവൾ ചെയ്തിട്ടുള്ളത്. എല്ലാ തെറ്റുകളും ഞാൻ ഏറ്റെടുത്തോളാം ബാല. പിന്നെ എൻ്റെ മോളെ നിങ്ങൾ വെറുക്കരുത്. അവളെ നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ശിക്ഷ ഞാൻ ഏറ്റോളാം. അങ്ങനെ അച്ഛൻ ഉദയഭാനു നേരെ ദേവിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, മോളെ, ബാലച്ചനോട് നീ പറ, ദേവി നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്നെ ഈ നരകത്തിലേക്ക് തള്ളിവിട്ടത് ഞാൻ ഒരുത്തനാണ്. നിൻ്റെ അച്ഛനാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരൻ. തുറന്ന് പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. അപ്പം നമ്മൾ ശ്രീകല ഓടി വന്ന് ഉദയേട്ടാന്ന് വിളിക്കാട്ടോ. ദേവി മോള് നമ്മൾ പറഞ്ഞതുകൊണ്ടല്ലേ ശ്രീകല ഇങ്ങനെയൊക്കെ ചെയ്തത്. പാവം, അവളെ ഞങ്ങളായിട്ടല്ലേ ഇതിലോട്ട് തള്ളിവിട്ടത്. ഇത്രയും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ദേവി പതിയെ നടന്ന് ബാലൻ്റെ അടുത്തേക്ക് വന്ന് പറയാട്ടോ, ബാലച്ച മാപ്പ്, എന്നോട് ക്ഷമിക്കണേ ബാലച്ച, ഞാൻ തെറ്റ് ചെയ്തു പോയി. ഇനി ഒരിക്കലും ഞാൻ ഒരു കള്ളത്തരവും ഞാൻ പറയൂല, വിശ്വാസവഞ്ചന കാണിക്കുകയില്ല. എന്നോട് ക്ഷമിക്കണം. എൻ്റെ ദൈവമാണ് സത്യം. അപ്പം ബാലൻ പറയാണ്, ദേവി, എനിക്ക് നിന്നോട് പറയാനുള്ള എന്താണെന്നറിയോ? നിന്നെ ഈ വീട്ടിൽ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ എന്ത് പറഞ്ഞാലും ഈ വീട്ടിൽ ആരും നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ ജന്മത്ത് ആനന്ദ് നിന്നെ വിശ്വസിക്കുമോ? അത് നീ എന്താ ചിന്തിക്കാത്തത്? ദേവി അങ്ങോട്ട് പൊട്ടിക്കരയാൻ തുടങ്ങിട്ടോ. എന്നിട്ട് ബാലൻ പറയാനുണ്ട്, കരയണ്ട, മതി, നിർത്തിക്കോ. പിന്നെ ഇനി എന്നെയും എൻ്റെ കുടുംബത്തെ എൻ്റെ മകനെയും ഒക്കെ ചതിച്ച ഉദയഭാനുവിൻ്റെ മകളായ ദേവി, നീ ഇനി ഈ വീട്ടിൽ കാണാൻ പാടില്ല, ഇവിടുന്ന് പൊക്കോളണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഉദയഭാനുവും ശ്രീകലവും ഞെട്ടിത്തെരിച്ച് പോവാട്ടോ. ദേവിയും ഞെട്ടിപ്പോയി. അപ്പോൾ അയ്യോ ബാല, എന്താ ഈ പറയുന്നത്? മിണ്ടി പോവരുത്. നിങ്ങളെ മകളെയും കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിക്കോ. പോവാനല്ലേ പറഞ്ഞത്? അയ്യോ, ദേവിയാണെങ്കിൽ കണ്ണ് മെഴിച്ച് ബാലച്ചനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഒരിക്കലും ബാലൻ അങ്ങനെ പറയും എന്ന് അവർ 3 പേരും വിചാരിച്ചില്ല കേട്ടോ. അപ്പം ഗോമതി പറയുന്നുണ്ട്, ബാലേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? മകളെയും കൂട്ടി ഇവിടുന്ന് പോവാൻ നോക്ക്. ഇനി ഈ വീട്ടിൽ ഇവിടെ ഞങ്ങൾക്ക് വേണ്ട, പൊക്കോളണം ഇവിടുന്ന്. അമ്മേ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടല്ലേ അമ്മേ, ഞാനിനി ഒരു കള്ളത്തരവും ചെയ്യില്ല. അപ്പോൾ ശ്രീകലയ്ക്ക് ദേഷ്യം വന്നുട്ടോ. ദേവി, നീ എങ്ങോട്ടും പോകുന്നില്ല, ഇത് നിൻ്റെ ഭർത്താവിൻ്റെ വീടാണ്, നീ എങ്ങോട്ടും പോവില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകല, നീ ഇവിടെ തന്നെ നിൽക്കും. ഉദേട്ടാ, നമ്മുടെ മോളെ നമ്മൾ കല്യാണം കഴിച്ച് വിട്ടത് ഇവിടേക്കാണ്, ഇവിടുന്ന് അവൾ എങ്ങോട്ടും പോകുന്ന പ്രശ്നമേ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകല അങ്ങോട്ട് ചാടിക്കൊണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ടോ. വീട്ടിലെ മരുമോളല്ലേ, അവളിവിടെ തന്നെ നിൽക്കും. ആ ബാലൻ കട്ടായത്തിൽ പറയുന്നുണ്ടോ, ശ്രീകലേ, ദേവിയെ ഇനി ഈ വീട്ടിൽ നിർത്താൻ പറ്റില്ല, വിളിച്ചുകൊണ്ട് പൊക്കോളാനാണ് പറഞ്ഞത്. അവസാന വാക്കായിട്ട് ബാലനിങ്ങനെ പറയാട്ടോ. അങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. പക്ഷേ ശ്രീകല കൊണ്ടുപോകാനേ തയ്യാറല്ല. അപ്പോൾ നമ്മുടെ ഗോമതി രണ്ടും കൽപ്പിച്ചങ്ങോട്ട് നിൽക്കാട്ടോ. കൊണ്ടുപോകാൻ വയ്യേ, എന്നാൽ പിന്നെ പടിക്ക് പുറത്താണ് അവളെന്ന് പറഞ്ഞ് പുറത്തേക്ക് ആക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെറിഞ്ഞിങ്ങനെ നോക്കി നിൽക്കാട്ടോ. ഇന്നത്തെ എപ്പിസോഡ് ടീച്ചറുടെ എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക്, ശരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്